ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ് പാർട്സ് ആണ്. നമുക്കറിയാം പ്ലാന്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എവറി സ്പീഷീസ് അലൈവ് ഓൺ എർത്ത്. പ്ലാന്റ്സ് ഇല്ലാതെ നമുക്കിവിടെ ജീവിക്കാനേ പറ്റില്ല. പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത്. പിന്നെ പ്ലാന്റ്സിൻ്റെ തടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫേർണിച്ചേഴ്സ് ഉണ്ടാക്കുന്നത്. പ്ലാന്റ്സ് യൂസ് ചെയ്ത് നമ്മൾ മെഡിസിൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ പ്ലാന്റ്സിനെ മെയിനായിട്ട് രണ്ട് സിസ്റ്റംസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ റൂട്ട് സിസ്റ്റം, രണ്ടാമത്തെ ഷൂട്ട് സിസ്റ്റം. റൂട്ട് സിസ്റ്റത്തിൽ നമുക്കറിയാം, പേര് കേട്ടാൽ തന്നെ അറിയാം, റൂട്ടാണുള്ളത്. ഷൂട്ട് സിസ്റ്റത്തിൽ സ്റ്റെം, ഫ്രൂട്ട്, ഫ്ലവർ, ലീഫ് ഇതെല്ലാമാണുള്ളത്. ഇനി നമുക്ക് എല്ലാ പാർട്സിൻ്റെയും ഇൻഡിവിജ്വൽ ഫങ്ഷൻസ് നോക്കാം. ഫങ്ഷൻ ഓഫ് റൂട്ട്. ഇനി നമുക്ക് റൂട്ടിൻ്റെ ഫങ്ഷൻസ് നോക്കാം. റൂട്ട് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ്. പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള വാട്ടറും മിനറൽസും ഒക്കെ അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് റൂട്ടാണ്. ആങ്കർ ദ പ്ലാന്റ് ഇൻ ദ ഗ്രൗണ്ട്. പ്ലാന്റിന് ഗ്രൗണ്ടിൽ അറ്റാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും റൂട്ടാണ്. നെക്സ്റ്റ് വൺ, സ്റ്റോർ ദ ഫുഡ് ഹാസ് ബീൻ മെയ്ഡ് ഇൻ ദ ലീവ്സ് ബൈ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് വഴി ലീവ്സിൽ ഉണ്ടാക്കിയ ഫുഡൊക്കെ റൂട്ടിൽ സ്റ്റോർ ചെയ്യും. ഈ പിക്ചറിൽ കാണുന്ന ക്യാരറ്റും റാഡിഷൊക്കെ ലീഫിൽ ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് ഉണ്ടാക്കിയിട്ട് റൂട്ടിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. അങ്ങനെ റൂട്ടിൽ സ്റ്റോർ ചെയ്യുന്ന ഫുഡിനെയാണ് നമ്മൾ റൂട്ട് വെജിറ്റബിൾസ് എന്ന് പറയാം. ഇനി നമുക്ക് സ്റ്റെമ്മിൻ്റെ ഫങ്ഷൻസ് നോക്കാം. സ്റ്റെം പ്രൊവൈഡ് സ്ട്രക്ചറൽ സപ്പോർട്ട് ഹോൾഡിംഗ് ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് എബവ് ദി ഗ്രൗണ്ട്, മാക്സിമൈസിങ് ആക്സസ് ടു സൺലൈറ്റ് ഫോർ ഫോട്ടോസിന്തസിസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്റ്റെമ്മാണ് പ്ലാന്റിന് ഒരു സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലീവ്സിനും ഫ്ലവേഴ്സിനും ഫ്രൂട്ട്സിനും ഒക്കെ പ്ലാന്റിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്ത് വെക്കാനും സ്റ്റെം ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ലീവ്സിനൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സൺലൈറ്റ് ഒക്കെ മാക്സിമം കിട്ടുന്ന രീതിയിലാണ്, ഫോട്ടോസിന്തസിസ് നടക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ഫംഗ്ഷൻ, സ്റ്റെം ഓൾസോ ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം റൂട്ട് ടു അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. റൂട്ടിൽ നിന്നും മറ്റ് പ്ലാന്റിൻ്റെ പാർട്ടിലേക്കൊക്കെ വാട്ടർ ട്രാൻസ്പോർട്ടിനും സ്റ്റെമ്മ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ലീഫിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ലീവ്സ് ആർ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഫോർ ക്യാരിയിങ് ഔട്ട് ഫോട്ടോസിന്തസിസ്. നമുക്കറിയാം ലീവ്സ് ആർ ദ കിച്ചൺ ഓഫ് പ്ലാന്റ്സ് അല്ലേ. ലീഫ് വഴിയാണ് ഫോട്ടോസിന്തസിസ് നടന്ന് പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Leaves are the site of gas exchange. They take in carbon dioxide and give off oxygen during photosynthesis. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ലീവ്സ് വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്നതും ഓക്സിജനെ റിമൂവ് ചെയ്യുന്നതും. ഈ ഓക്സിജനെയാണ് നമ്മൾ ശ്വസിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ലീവ്സ് ലോസ് വാട്ടർ ത്രൂ സ്റ്റൊമാറ്റ ഇൻ എ പ്രോസസ് കോൾഡ് ട്രാൻസ്പിരേഷൻ. ലീഫിൻ്റെ മുകളിലൊക്കെ കുഞ്ഞു കുഞ്ഞു പോർസ് ഉണ്ട്. ആ പോർസിന് പറയുന്ന പേരാണ് സ്റ്റൊമാറ്റ. ഈ സ്റ്റൊമാറ്റോ വഴി പ്ലാന്റിൻ്റെ ഉള്ളിലുള്ള എക്സസ് ആയിട്ടുള്ള വാട്ടറൊക്കെ റിമൂവ് ചെയ്യും. ഈ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രാൻസ്പിരേഷൻ. ഇനി നമുക്ക് ഫ്ലവേഴ്സിൻ്റെ ഫംഗ്ഷൻ നോക്കാം. ടു ഹെൽപ്പ് പ്ലാന്റ്സ് റീപ്രൊഡ്യൂസ് ബൈ ജനറേറ്റിംഗ് സീഡ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഫ്ലവറിൻ്റെ ഉള്ളിലാണ് സീഡൊക്കെ ഉണ്ടാവുന്നത്. ഇനി ഈ സീഡാണ് പുതിയ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ്, പോളിനേഷൻ. Flowers attract pollinators to transfer pollen from male part of the flower to the female part. Flowers attract pollinators. Pollinators എന്ന് പറഞ്ഞാൽ ഇൻസെക്ട്സ്, ബേർഡ്സ്, ഇതിനൊക്കെയാണ് പോളിനേറ്റേഴ്സ് എന്ന് പറയാം. ഈ പോളിനേറ്റേഴ്സിന് എങ്ങനെയാണ് ഫ്ലവേഴ്സ് അട്രാക്ട് ചെയ്യുന്നത്? ചില ഫ്ലവേഴ്സിന് നല്ല കളേഴ്സ് ഉണ്ടാവും, ചില ഫ്ലവേഴ്സിന് തേനുണ്ടാവും, ചില ഫ്ലവേഴ്സിന് നല്ല സ്മെല്ലുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ഫ്ലവേഴ്സ് പോളിനേറ്റേഴ്സിന് അട്രാക്ട് ചെയ്യുക. ഈ ഫ്ലവേഴ്സ് പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്തതിന് ശേഷം ഫ്ലവറിൻ്റെ ഉള്ളിലുള്ള പോളനിലെ പൂമ്പൊടി, ഈ പൂമ്പൊടിയെ മെയിൽ പാർട്ടിൽ നിന്നും ഫീമെയിൽ പാർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഈ ഇൻസെക്ട്സ് ലൈക്ക് പോളിനേറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് സീഡ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ആയിട്ടുള്ള ഫ്രൂട്ടിൻ്റെ ഫംഗ്ഷൻ കൂടെ നോക്കാം. ഫ്രൂട്ട്സ് ആർ ദ എഡിബിൾ പാർട്ട് ഓഫ് ദ പ്ലാന്റ്. പ്ലാന്റ്സിൽ എഡിബിൾ ആയിട്ടുള്ള കഴിക്കാൻ പറ്റുന്ന ഒരു ഭാഗം ആണ് ഫ്രൂട്ട്. നമ്മൾ മറ്റുള്ള ഭാഗങ്ങളും കഴിക്കാനൊക്കെ യൂസ് ചെയ്യുമെങ്കിലും ഒഫീഷ്യലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രൂട്ടാണ് കഴിക്കാനായിട്ട് യൂസ് ചെയ്യുക. നെക്സ്റ്റ് പറഞ്ഞാൽ പ്രൊട്ടക്ട് ദ സീഡ് ഇൻസൈഡ് ദ റൈപ്പൻ ഫ്രൂട്ട്. ഫ്രൂട്ടിൻ്റെ ഉള്ളിലാണ് സീഡ്സ് ഒക്കെ ഉണ്ടാവുക. അങ്ങനെ സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യും കൂടെ ചെയ്യും ഫ്രൂട്ട്. സോ ലെറ്റ്സ് കൺക്ലൂഡ് അവർ ക്ലാസ്. താങ്ക് യു.